ഗായ്സ്, നിങ്ങളെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു അക്രിലിക് ഓർഗനൈസർ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. കുറേ നാൾ ഞാനിങ്ങനെ കാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു കേട്ടോ. എനിക്ക് മേടിക്കണം, നമ്മൾ വിഷ് ലിസ്റ്റ് ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ ഇതെനിക്കിങ്ങനെ എന്താ പറയുക വന്നപ്പോഴത്തേക്ക് ഞാനങ്ങ് മേടിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അത് PR പർപ്പസിന് വന്നപ്പോഴത്തേക്ക് മേടിച്ചു, അങ്ങനെ തന്നെയാണ്. അപ്പം എനിക്കിത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇഷ്ടമായിട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് തന്നെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു കുഞ്ഞ് വീഡിയോ എടുത്തതാണ്. എടുത്തു തന്നപ്പം കുറച്ച് വലിയ വീഡിയോ ആയിരുന്നു, കുറച്ചധികം ഒതുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം ഓർഗനൈസ്ഡ് ആണ് മേക്കപ്പ് അല്ലെങ്കിൽ സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ. ബാക്കി എല്ലാത്തിലും ഞാൻ അത്യാവശ്യം നല്ല മെസ്സിയാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാൻ നോക്കിയാലും എടുത്തെടുത്ത് വെക്കാൻ നോക്കിക്കഴിഞ്ഞാലും എന്തൊക്കെയായാലും നമ്മൾ അവസാനം ലാസ്റ്റ് ചിലാബിളാന്നാവും. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയെങ്കിലും കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാമെന്നുള്ള രീതിയിലിരിക്കുകയാണ്. അതിനകത്ത് ഞാൻ അത്യാവശ്യം ഓർഗനൈസ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിലും ഒരു ഗുമ്മില്ല. ഞാൻ ഇങ്ങനെ കുഞ്ഞു നമുക്ക് ഫുഡ് വരുന്ന കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ, അതിനകത്തായിരുന്നു ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഓർഗനൈസർ വന്നത് കൊണ്ട്, പ്രോപ്പറായിട്ട് അക്രിലിക്കിൽ വന്നത് കൊണ്ട് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ ഇങ്ങനത്തെ ഫുഡ് സ്റ്റോറേജിൻ്റെ ബോക്സസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ചെയ്യാൻ. അങ്ങനെയാണ് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത് വന്നപ്പോൾ നമ്മൾ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ കാജൽ പ്രാന്ത് നിങ്ങൾ കാണണം ഗൈസ്. എന്തോരം കാജൽസ് എന്ന് പറയുക സ്റ്റോക്കുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അത് എനിക്ക് തീർക്കുകയും ചെയ്യും കേട്ടോ. ഞാൻ എഴുതി നന്നായിട്ട് തന്നെ യൂസ് ചെയ്യുന്നൊരു സാധനം കാജൽ തന്നെയാണ്. അപ്പോൾ ഞാൻ അതിനകത്തിരിക്കുന്ന എല്ലാം വരി വെളിയിലോട്ടിട്ട് ഒതുക്കുവാണ്. കണ്ടോ, സ്കിൻ കെയറും അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്, എൻ്റെ സൺസ്ക്രീനൊക്കെ അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. എല്ലാം കൂടെ വെപ്രാളം വരുമ്പോഴത്തേക്ക് വാരി വലിച്ചിടും. പിന്നെ എന്താ പറയുക, ഒതുക്കുക എന്ന് പറയുന്നത് എനിക്ക് എത്ര ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. പക്ഷേ ഒതുക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ വൃത്തിക്ക് ഒതുക്കി വെക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ആദ്യം തന്നെ അതിനകത്തുള്ള വേസ്റ്റ് കാര്യങ്ങൾ എല്ലാ പൊടിയെല്ലാം കളയുന്നുണ്ട്. അധികം പൊടി കാര്യങ്ങളൊന്നും ഇല്ല, കാരണം ഞാൻ നല്ല അത്യാവശ്യം വൃത്തിക്ക് നോക്കുന്നൊരു ഇതാണ് അതിൽ. പിന്നെ നമ്മൾ ഓർഗനൈസേഴ്സ് അതിനകത്ത് ഇങ്ങനെ എന്താ പറയുക ആ സൈസിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഓൾമോസ്റ്റ് ഇത് ഫിറ്റായിട്ട് പെർഫെക്റ്റായിട്ട് ഫിറ്റായ 2 എണ്ണം വെച്ചപ്പോൾ തന്നെ പെർഫെക്റ്റ് ഫിറ്റായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വലുതിനകത്ത് നമുക്ക് കാജൽസ് ഇപ്പം കാണിച്ചല്ലോ ഉപയോഗിക്കാത്ത, അതൊക്കെ അടിയിൽ ഇങ്ങനെ ലെയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫേസസ് കാനഡയുടെ ഉണ്ട്, ഷുഗറിൻ്റെ ആണ്, പിന്നെയും ഷുഗറിൻ്റെ കളേർഡ് കാജൽസ് ആണ് കേട്ടോ. പിന്നെ മാമ എർത്ത്. അപ്പം എനിക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ്സിൻ്റെയാണ് ഇങ്ങനെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതും ഇങ്ങനെ വെച്ചു, ഇഷ്ടമായില്ല. കുറച്ച് നേരം എടുത്തിരിക്കുന്നത് പ്രോസസ്സ് ആവാനായിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമുക്കിപ്പോൾ കറണ്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇത് അതിനകത്ത് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാജൽ തിരുമ്പോൾ ഇത് ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളൊരു സാധനം ഇതാവും. കാരണം ഞാനിത് മേടിച്ച് വെച്ചിട്ട് കുറച്ച് നാൾ ഇങ്ങനെ ഓർമ്മയില്ലടാ, മറന്നു പോകും ചിലതൊക്കെ. അപ്പം ഞാൻ വേറെ ഓർഡർ ചെയ്യും. അപ്പം അത് കളയാൻ വേണ്ടിയിട്ട് കളയാനെന്ത് എന്തുവാ പറയുന്നതിന്, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാവും. അപ്പം ഞാൻ അങ്ങനെ വെക്കുകയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. കണ്ടോ, പിന്നെ ഞാൻ അവിടെ തന്നെ ഐ ഷാഡോ ഐ മേക്കപ്പിൻ്റെ സാധനങ്ങൾ മൊത്തം ആ വലുതിനകത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അതാണ് കുറച്ചും കൂടെ കൂടുതൽ. പക്ഷേ എൻ്റെ ഐ മേക്കപ്പിനൊന്നും തീരത്തില്ല, കാരണം ഐ മേക്കപ്പാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ. പിന്നെ ലിപ്സ്റ്റിക്കും. അപ്പോൾ ഞാൻ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പൗഡേഴ്സ് എല്ലാം എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇത് കളർ കറക്റ്ററാണ് കേട്ടോ, അത് വെക്കുന്നുണ്ട്. ഞാനത് യൂസ് ചെയ്യത്തൊന്നുമില്ല. നമ്മളിവിടെ പിള്ളേർക്ക് ഒരുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്, എല്ലാവരുടെയും ഷെയ്ഡിന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് പോയി നമുക്ക് വല്ല മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുമ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാം. അത് ഇച്ചിരി ഓയിലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി. പിന്നെ ഞാനിവിടെ ലൂബി ക്രീം ലാക്മിയുടെ വെക്കുന്നുണ്ട്. പിന്നെ കാജൽസ് കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ നിന്നൊക്കെ കിട്ടി. അതൊക്കെ എടുത്ത് ഞാനിങ്ങനെ ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട്. ഇത്ര ഒതുക്കിയാൽ പോരെ, ശരിക്കും ഇത് നമ്മൾ ഇരുന്ന് മെനക്കെട്ട് ചെയ്യേണ്ട പരിപാടിയുണ്ട്. മസ്കാരാസ് വേറെ വെക്കണം, ഐബ്രോസിൻ്റെത് വേറെ സെക്ഷൻ വെക്കണം, ഐലൈനർ അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ കണ്ടുപിടിക്കുക എളുപ്പം. ഞാനിപ്പോൾ എല്ലാം കൂടെ ഒരൊറ്റ ബോക്സിനകത്താണ് എടുത്തിട്ടത്. അത് കുറച്ച് ഭ്രാന്താവുന്ന പരിപാടി, അതെനിക്ക് പിന്നെ ഇരുന്ന് ഒതുക്കണം. പിന്നെ ഞാനൊരു ബ്ലഷ് ഇതാ ഇങ്ങനത്തെ കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ആ കണ്ടെയ്നർ അക്രിലിക്കിന് നല്ല രസമുണ്ട്. അപ്പോൾ ബ്ലഷ് ഇല്ല, ഞാൻ വിചാരിച്ചു അതിനകത്ത് ഇടാമെന്നുള്ളത്. എൻ്റെ ബ്ലഷ് ഇനിയും ബാക്കിയുണ്ട്, എവിടേക്കോ ഉണ്ട്, ഏതൊക്കെയോ ബാഗിനകത്തൊക്കെ ഞാൻ വാരിയിട്ടിട്ടുണ്ട്. നമ്മൾ ഈ പ്രോഗ്രാമിനും അതിന് ഇതിനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി കിച്ചനകത്ത് പാക്ക് ചെയ്ത് വെക്കൂടാ. അപ്പോൾ പിന്നെ ഇത് തിരിച്ചെടുത്ത് ഇതിനകത്തോട്ട് വെക്കുകയെന്ന് പറയുന്നത് എപ്പോഴും മറന്നു പോകും. അപ്പം പറ്റുന്നതൊക്കെ ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ട്. അത് കാജലായിരുന്നു കേട്ടോ, പ്ലമ്മിൻ്റെ കാജൽ കുറേ ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു, പറ്റുന്ന അത്രയും ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ എനിക്ക് പുതിയതായിട്ട് PR വന്നതായിരുന്നേ, അത് ഞാൻ മേക്കപ്പ് ഫിക്സർ എടുത്ത് അവിടെ വെച്ചു. പിന്നെ ഈ ബാക്കി കാജൽസും ഇതിൻ്റെയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, സ്വിസ് ബ്യൂട്ടിയുടെയും പ്ലമ്മിൻ്റെയൊക്കെ, അതും പിന്നെ എനിക്കൊന്ന് ഒതുക്കി വെക്കണമായിരുന്നു. അപ്പോൾ എനിക്കിതൊരു വർത്ത് ബൈ ആയിട്ടാണ് കേട്ടോ തോന്നിയത്. കുറേ നാൾ നിൽക്കും ഈ അക്രിലിക്കിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ. മേടിക്കണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് കൊടുക്കാം. പിന്നെ ഒതുക്കി വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി കുറേ അധികം പൗഡേഴ്സും അത് കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഞാനൊരാളല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം അത്യാവശ്യം സാധനങ്ങൾ നല്ലപോലെ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മുടെ ഫീൽഡ് ഇതാണല്ലോ, നമുക്ക് ഇഷ്ടമാണല്ലോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇനി ഒന്നും മേടിക്കേണ്ട എന്നുള്ളൊരു കാര്യം ശരിക്കും എനിക്ക് ബോധം വന്നത് ഇത് ഒതുക്കി വന്നപ്പോഴത്തേക്കാണ്.
ഇത് ഒതുക്കിയതിന് ശേഷം ഇനി ബാക്കി സ്കിൻ കെയർ കാര്യങ്ങൾ ഒതുക്കാനുണ്ട്. എനിക്ക് തറ മൊത്തം ഒന്ന് തൂത്ത് തുടയ്ക്കാനൊക്കെ ഉണ്ട് ഗൈസ്. നട്ടുകൂടി നല്ല പണിയുണ്ടത്. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.